രണ്ടാഴ്ചയ്ക്ക് മുന്നെയാണ് ഇവിടെ നമ്മൾ വൃത്തിയാക്കിയത്. പിന്നെ നമ്മുടെ ഒരു സമയപരിമിതി കാരണം നമുക്കിവിടെ ഒന്നും നട്ടുകൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു ചെറിയ ഭാഗത്ത് നമുക്ക് കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് ഞാൻ ചെറുതായിട്ടൊരു വരിക്കാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന ചെടിയാണ് അവിടെ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇവിടെ നിന്നെടുത്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല, കാരണം അവിടെ പിടിച്ചില്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു മൂടെങ്കിലും നമുക്ക് വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് കട്ടിങ്സൊക്കെ നമ്മളിവിടുന്ന് എടുക്കുന്നുണ്ട്. എടുത്തിട്ട് അതവിടെ കൊണ്ടുവന്ന് വരിയായിട്ട് നടുകയാണ് ചെയ്യുന്നത്. ഞായറാഴ്ചകളിലാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് സമയം കിട്ടാറ്. അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഇത്രയും നമുക്കൊരു ലോങ് ടൈം കിട്ടാറില്ല ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ചെറിയ ഭാഗത്തായിട്ട് നമ്മൾ ആ ചെടി മാത്രമായിട്ട് ഇങ്ങനെ വരി വരിക്കായിട്ട് നട്ടു കൊടുക്കുന്നുണ്ട്. മുൻപ് ഇവിടെ കുറേ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതാണ് ആ ചുറ്റുമൊക്കെ കിടക്കുന്നത്. അതൊക്കെ മാറ്റാനായിട്ട് കുറേ സമയമെടുത്തു. കാരണം എന്ന് വെച്ചാൽ കല്ല് ഇട്ടുന്നത് വെറുതെ മണ്ണിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ പിന്നെ മഴ പെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മണ്ണ് കല്ലൊക്കെ മൂടി കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ തവണയും മണ്ണെടുക്കുന്ന സമയത്ത് ആ ഭാഗത്തൊക്കെ കല്ലായിരുന്നു. അതൊക്കെ മാറ്റിയെടുക്കാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ടൈപ്പ് ചെടിയും കൂടെ നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും അങ്ങനെ ഒരു വരിക്കായിട്ടാണ് നട്ടു കൊടുക്കുന്നത്. ശരിക്കും കിളിക്കുമോ എന്നൊരു ഡൗട്ടുള്ള കാര്യം തന്നെയാണ്. ശരിക്കും ഇതിൻ്റെ ഒരു വലിയ കമ്പൊക്കെ ആണെന്ന് തോന്നുന്നു നട്ടു പിടിപ്പിക്കേണ്ടത്. പക്ഷെ ഞാനിതൊരു പരീക്ഷണാർത്ഥം നട്ടു കൊടുക്കുകയാണ്. കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ. അതിൻ്റെ ഇടയ്ക്കായിരുന്നു കേട്ടോ നമുക്കൊരു കൊറിയർ വന്നത്. അതപ്പോൾ തന്നെ അങ്ങനെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. യൂട്യൂബിൽ ഗാർഡനിങ് നടത്തുന്ന കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി നല്ല റിവ്യൂസൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. പ്രോഡക്റ്റ് നല്ലതായിരുന്നു. ഞാൻ അന്നേരം തന്നെ പൊട്ടിച്ചെല്ലാം യൂസ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ 10 മണി ചെടികളാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട്, ഈ ഒരു ബോർഡറിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെ കളറാണെന്നൊന്നും അറിയില്ല. എല്ലാം കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്ത് ആ ഒരു ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നത്. പണ്ട് ഇവിടെയൊക്കെ കുറേ 10 മണി ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഈ ചട്ടി എന്തിനാണ് കഴുകുന്നതെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ സെൻറ്ററിൽ ഈ കാണുന്ന അലോവേര മാറ്റിയിട്ട് ഈ ചട്ടി അവിടെ വെക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ചട്ടി അവിടെ വെച്ച് നോക്കിയപ്പോൾ അതിന് അത്ര ഒരു ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ആ ചട്ടി മാറ്റിയിട്ട് പിന്നെ ഈ ഒരു ചട്ടിയായിട്ടോ വെച്ച് ലാസ്റ്റ് ഇങ്ങനായിരുന്നു അതിൻ്റെ ഒരു ഔട്ട്കം.